വരാൻ പറഞ്ഞിട്ട് എന്താ വീട് പൂട്ടിയിട്ടിരിക്കുന്നേ? അദ്ദേഹം വല്ല അത്യാവശ്യത്തിന് പുറത്തെങ്ങാനും പോയിരിക്കും. നമുക്ക് ഇച്ചിരി ഇവിടെ ഇരിക്കാം. അല്ല, അകത്താളുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ആ വശത്തോട്ട് പോയി നോക്കാം. എന്താ? എന്താ? വാടാ. അറിയണ്ട. ശരിയാ, നമുക്ക് മുൻവശത്തേക്ക് പോകാം. രാഘവ, എന്താ മുതലാളി? പുറത്താരെ വന്ന് നോക്ക്. ആ ബാലിനും ഖദറും. നീ പെട്ടിയൊന്ന് പിടി. അതെ, വല്ല നിധിയും കിട്ടിയതാണ്, അതോ കള്ളക്കടത്താണ്? അതിനെപ്പറ്റി നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? നമുക്ക് 3 ദിവസം ലീവ് എടുത്താൽ 3 മാസം ശമ്പളം കിട്ടും. പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോരാമെന്നേ. നീ ചെന്ന് കുറച്ചു നേരം അവരോട് സംസാരിച്ചിരിക്കും. ഞാനീ പെട്ടിയൊന്ന് സീൽ ചെയ്യട്ടെ. ഇതിനകത്ത് ആളുണ്ടായിരുന്നു. മുതലാളി മേലത്തെ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങായിരുന്നു. എനിക്ക് ക്ഷീണം തോന്നി. കഥമൊക്കെ അടച്ച് ഞാൻ ആ ഹാളിൽ കിടന്നൊന്നും മയങ്ങി. നിങ്ങൾ വന്നിട്ട് അധികം നേരമായോ? ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതും ആശാൻ കടന്നു വന്നതും ഒരുമിച്ചാ. ഏതായാലും മുതലാളി താഴെ ഇങ്ങൊന്ന് വന്നോട്ടെ. അതുവരെ നമുക്കൊരു പുകയൊക്കെ അടിച്ച് ഇവിടെ അങ്ങ് ഇരിക്കാം. ഇരിക്കുന്നു. $555 ഇത്രയും വില കൂടിയ സുഹൃത്താണോ ആശാൻ വലിക്കുന്നത്? ഇവരെ പോലെ ഭാഗ്യവാന്മാരുണ്ടോടാ ബാല. ഇനി ഒരു സ്മാള് പിടിപ്പിക്കുന്ന. അയ്യോ വേണ്ട വേണ്ട. രാഘവ, ഓ അവരെങ്ങോട്ട് അയക്കേ. നിങ്ങൾ അകത്തോട്ടില്ല. അപ്പോഴേക്കും ഞാൻ വണ്ടി ആക്കാം. പോക്കറ്റിലിട്ടോടാ, പിന്നെ വലിക്കാം. പാലിനും കാവറും എന്താ അവിടെ നിൽക്കുന്നത്? ഇന്ന് വരൂ. നമസ്കാരം. ഈ പെട്ടി ബുക്ക് ചെയ്ത് അയച്ചാൽ ഭദ്രമായി കൽക്കട്ടയിൽ എത്തിച്ചേരുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് നേരിട്ട് അവിടെ എത്തിക്കണമെന്ന് തീരുമാനിച്ചത്. ഒരു തവണ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് ബുക്ക് ചെയ്ത് അയക്കുന്ന എല്ലാ പെട്ടികളും പൊളിയണമെന്നില്ല സർ. ആ പെട്ടിയിലുള്ളത് പോയാലും എനിക്ക് സങ്കടമില്ല. പക്ഷെ ഈ പെട്ടിയിലുള്ളത് നഷ്ടപ്പെട്ടാൽ ഇതൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു നിധിയാണ്. നിധിയോ? അതെ, ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായി സൂക്ഷിച്ചിരുന്ന മഹാഗ്രന്ഥങ്ങളും താളിയോല ചുരുളുകളുമാണ് ഇതിലുള്ളത്. നളന്തയിലും തക്ഷശിലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഇത് ഞാൻ കൽക്കത്തയിൽ എത്തിച്ചു കൊടുക്കാമെന്നേറ്റത്. സാറ് പറഞ്ഞ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. ആ കാര്യത്തിൽ വിഷമിക്കണ്ട. നിങ്ങളുടെ വേഷവും രൂപവുമെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ ഇത് ഏറ്റുവാങ്ങാൻ വരുന്ന ആളിന് ഞാൻ ഫോണിലൂടെ അറിയിച്ചോളാം.
ആ മനുഷ്യനെ ഞങ്ങൾക്കറിയില്ലല്ലോ സാർ. പറഞ്ഞുതരാം. കറുത്ത സൂട്ടും കണ്ണടയും ധരിച്ചൊരാൾ നിങ്ങളെ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. അയാളെ കണ്ട ഉടനെ നിങ്ങൾ തീപ്പെട്ടി ചോദിക്കണം. അയാൾ ആദ്യം തരം തീപ്പെട്ടിയിൽ കൊള്ളി കാണില്ല. വീണ്ടും ധൈര്യമായി തീപ്പെട്ടി ചോദിക്കണം. രണ്ടാമത് കൊള്ളിയുടെ തീപ്പെട്ടി തരും. അത് ഉരച്ചാൽ കത്തുമോ സാർ? തീർച്ചയായും. ഈ അടയാളങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ ധൈര്യമായി ഈ പെട്ടി ഏൽപ്പിക്കാം. ഇതാ വഴിച്ചെലവിനുള്ള പണവും ടിക്കറ്റും. മടങ്ങി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ 3 മാസ ശമ്പളം. ശരി സാർ. രാഘവൻ നിങ്ങളെ സ്റ്റേഷൻ എന്നാ നിങ്ങൾ പുറപ്പെട്ടോളൂ. വേലപ്പാ, നിനക്കെന്താ അവിടെ കാര്യം? ഓ ചുമ്മാ. ഓ നന്നായിട്ട് കരുക്കോ. അങ്ങോട്ട് അവിടെ കൽക്കട്ട വണ്ടിക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. ഞാനെന്തിനാ അവിടെ നിൽക്കുന്നത്? എന്നാൽ ലാസ്റ്റ് പറ്റോ? ആ പെട്ടിക്കകത്ത് നിറച്ച ആഭരണങ്ങൾ വാരി നിറച്ചിട്ട് അയാളുടെ കാരണവരുടെ ഗ്രന്ഥം എന്നല്ലേ പറഞ്ഞത്? അതെ. ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്? എനിക്ക് എന്തൊക്കെയോ ചഞ്ചലം തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യും. എന്താ? ഈ പെട്ടി കൊണ്ട് തിരിച്ചേൽപ്പിച്ചിട്ട് നമുക്ക് ജോലിക്ക് കണ്ട. ഇങ്ങനെ ഓരോ പറ്റിയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമ്മൾ റപ്പായെ സഹായിച്ചു, അവൻ നമ്മളെ കൊച്ചാക്കി, നമ്മളെ ബോസിനെ വിശ്വസിച്ചു, അവൻ നമ്മളെ വലിപ്പിച്ചു. ഈ ചന്ദ്രസേനൻ വലിയ ആളാണ് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ അവൻ നമ്മളെ വെറും മണ്ടന്മാരാക്കാൻ നോക്കുകയാണ്. അതിനിപ്പോ എന്ത് ചെയ്യാനാ? ഈ പറ്റിക്കുന്നവന്മാർക്ക് കൂടെ നിൽക്കുന്നതിലും ഭേദമല്ലേ നമ്മളൊരു ചെറിയ പറ്റിപ്പ് നടത്തുന്നത്? നീ എന്താ ഈ പറയുന്നത്? നമുക്ക് ഈ പെട്ടി കൽക്കട്ട വണ്ടിയിൽ കയറ്റണ്ട, പിന്നെ കൊച്ചിൻ മെയിലിൽ കയറ്റി തൃശ്ശൂർ ഇറക്കി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാം. നിനക്ക് ഭ്രാന്താണോ? ഇതുവരെ അനുഭവിച്ചതൊക്കെ പോരെ? കൂടുതൽ നല്ലവരായാലും ജീവിക്കാനൊക്കെ. ആ പെട്ടിക്കകത്തുള്ളത് കള്ളസ്വർണ്ണമാണ്. ആരടിച്ചുകൊണ്ട് പോയാലും ചന്ദ്രസേനന് പോലീസ് പരാതി പറയാൻ ഒക്കൂല. പരാതിപ്പെട്ടാൽ ആദ്യം അകത്താകുന്നത് അയാളായിരിക്കും. നീ പറയുന്നത് ജയിൽ പോകേണ്ട വഴിയല്ലേ? എടാ, നീ ഒന്ന് ക്ഷമയോടെ കേൾക്ക്. ഈ സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ റെപ്പായുടെ തന്തയായിട്ട് നമുക്ക് നാട്ടിൽ ചെല്ലാം. ഒരു പട്ടിയെപ്പോലും താങ്ങാതെ നിന്റെ പെൺമക്കളെ കെട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം അന്യന്റെ മുതലെടുത്തുകൊണ്ടാണോ സാധിക്കേണ്ടത്? ചേട്ടാ, ഇതുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കുകയല്ല ചെയ്യുന്നത്. സർക്കാരിനെ പോലും കഴുത്തിയിരുത്തി കൊണ്ടുവന്നവരാണ് ഈ ചന്ദ്രസേനെ പോലുള്ള പാർട്ടി. അവർക്ക് ഇതിലൊരു പെട്ടി പോയാല് ഒരു രോമം പോകുന്നതിന് തുല്യമാണ്. അവർക്ക് ഇതുപോലെ എത്ര പെട്ടി വരുന്നുണ്ടാകും, പോകുന്നുണ്ടാവും. എന്നാലും പല നീ ഞാൻ പറയുന്നത് കേട്ട് നിന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു.
തനുവ നമ്മുടെ ബാപ്പ വന്ന ബാപ്പ മക്കളെ ഞമ്മക്കൊരു സംശയം, നിങ്ങൾ എന്തിനാ വാതിലടക്കണ്? നിങ്ങൾ രണ്ടാൾ ദുബായിന്ന് ഒളിച്ചോടി പോകുന്നതാ? ഒന്നും മിണ്ടാണ്ടിരിക്കുമില്ലാക്ക. മോളെ കുടിക്കാമല്ലേ? കഞ്ഞിവെള്ളം മതിയോ ബാപ്പ? അത് മതി മോളെ. പിന്നെ എന്തൊക്കെയുണ്ട് മുല്ലാക്ക വിശേഷങ്ങൾ? എന്ത് വിശേഷോ? നിങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു പോയ പെമ്മക്കളെയും നോക്കിയിട്ട് നമ്മളെ വീട്ടിൽ കഴിഞ്ഞു വിടണം, അതല്ലേ വിശേഷം. വളരെ സന്തോഷം. അല്ല, റെപ്പായി വന്ന എയറോപ്ലെയിൻ ഉച്ചക്കാണല്ലോ വന്നത്. റപ്പായി വന്നതിനേക്കാൾ എളുപ്പം ഒഴിക്കാ ഞങ്ങൾ വന്നത്. അതുകൊണ്ടല്ലേ മുല്ലാക്ക നേരത്തെ എത്തിയത്. ആ ദുബായിക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള ദൂരം ഇങ്ങോട്ട് വരുമ്പോ ഇല്ലാന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിക്കണേ. ഇനി വേണം ഞമ്മക്ക് ആ റെപ്പായിനോട് 4 വാക്ക് പറയാൻ. എല്ലാം നേരം വെളുത്തിട്ട് പറയാമല്ലാക്ക. വല്ലാത്ത ക്ഷീണം, കിടന്നുറങ്ങട്ടെ. നിങ്ങൾ ഉറങ്ങിക്കോളി. സുബഹിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാറായി. നമ്മളൊന്ന് പള്ളിക്കലേക്ക് പോട്ടെ. ഉറങ്ങിക്കോളി കേട്ടാ. ഉറങ്ങിക്കോളി ഉറങ്ങിക്കോളി. മോളെ, എനിക്കും ബാലനും തമ്മിൽ ചില കാര്യങ്ങൾ രഹസ്യമായി സംസാരിക്കണം. നീ നബീഷയും കൂട്ടി മുറ്റത്ത് നിന്ന് സംസാരിച്ചു. ആര് വന്നാലും ഞങ്ങൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ ശരി പപ്പ. ബാല, നമ്മൾ അറിയുന്ന പലരും ഇവിടെ വരും. ഈ പെട്ടി ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അപകടമാണ്. വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം. നീ ആ വെട്ടു തിരിഞ്ഞെടുത്തു. പതുക്കെ, പിള്ളേര് കേൾക്കും. ആ പൊട്ടി. എന്താണ് നീ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ, ഈ ലോകത്ത് ആരും ഇല്ലാത്തവനാ ഞാൻ. ഇത് പങ്കുവച്ച് വാങ്ങിച്ച് ആർക്കോട്ട് പോയി കൊടുക്കാനാ? എടാ, പങ്കുവെക്കാതെ ഇത് മുഴുവൻ നീ എടുക്കുന്നതാണ് എനിക്ക് സന്തോഷം. വേണ്ടടാ, നിനക്ക് 2 പെൺപിള്ളേരാ. ഇത് മുഴുവനും അവർക്ക് 2 പേർക്കുമായിരിക്കും. എനിക്കിതിനേക്കാൾ വലുത് നീയാണടാ. എനിക്ക് നിന്റെ പൊന്നുമക്കളുടെ നിക്കാഹ് കണ്ടാൽ മതി.